ലെജൻസിയർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വിന്യം ബൈക്കിലെ GTA 5 മോഡിലേക്കാണ്. എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്കറിയണോ എങ്കിൽ എന്നോട് ചോദിക്കരുത്. ഹണിബി എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്, നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും. ഹണിബിയുടെ GTA 5 മോഡിൻ്റെ വീഡിയോ ഫുള്ള് കാണുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കെന്തായാലും ഈ സിറ്റി ഒന്ന് ചുറ്റിക്കണ്ട് വെച്ച് വരാം ഗൈസ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന എന്ത് കോപ്രായത്തിലാണ് നമുക്ക് ഇവിടെ കാണിക്കാം ഗൈസ്. അതാണ് ഈ സിറ്റിയുടെ പ്രത്യേകത തന്നെ. നിങ്ങൾക്ക് പലവർക്കും അത് GTA 5 മോഡിൽ സിറ്റിയൊന്നും കിട്ടി കാണത്തില്ലായിരിക്കും. എന്നാൽ ഹണീബിനോട് ചോദിക്കും, ഹണീബി പറഞ്ഞു ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന്. ഗൈസ് കണ്ട് ഗൈസ്, റെയിൽവേ ട്രാക്കാണെന്നൊന്നും അറിയില്ല. GTA 5 സിറ്റി മുഴുവൻ മട്ടം കറക്കമാണ് ഗൈസ്. എനിക്ക് സിറ്റി വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതെന്താ ഗൈസ്, വണ്ടി പുറകോട്ടെടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നല്ല സിറ്റിയാണ്, എനിക്ക് സിറ്റി ഇഷ്ടപ്പെട്ടു. ഹണീബിനോട് അതിന് താങ്ക്സ് പറയണം ഗൈസ്. ഹണീബിയാണ് ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രാങ്ക്ലിനാണ് പവർ കൂടുതൽ. മൈക്കിളിൻ്റെ ഹൗസൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടുന്ന് കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ട്രവറാണ്, ഫ്രാങ്ക്ലിനാണ് ഏറ്റവും വലിയ റിച്ച്, ട്രവറാണ് ഏറ്റവും പാവം. അങ്ങനെ കുറേ ഇതുണ്ട് ഗൈസ്. ഇവിടെ മൈക്കിളിൻ്റെ ഹൗസ് എവിടെയാണെന്ന് ഇതുവരെ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ പോയി നോക്കാമായിരുന്നു. ഇവിടെ അത്രയ്ക്ക് ട്രാഫിക്കൊന്നും ഇല്ല ഗൈസ്, നമ്മുടെ നാട്ടിലുള്ള പോലെ. എന്തായാലും ഒന്ന് മൈക്കിളിൻ്റെ വീട് പറ്റി നോക്കാം. ആദ്യം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. RGS മെനുവിൽ പോയിട്ട് വരുവാന്നറിയില്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കാം ഗൈസ്. ഇവിടെ മൈക്കിളിൻ്റെ ഹൗസ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണാം. GTA 5 സിറ്റി ഇങ്ങനെ വരുവാന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു പരീക്ഷണം നടത്താം ഗൈസ്. ഇത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ വന്നാലോ. ഇത് വരുന്നില്ലല്ലോ ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്തെല്ലാം വെറുതെ ആയി. ഒക്കെ ഒന്ന് ഓടി നോക്കാം. നമ്മുടെ വണ്ടി താഴ്ത്തു പോയി ഗൈസ്. നമുക്കത് എടുത്ത് നോക്കാം. വണ്ടി സ്റ്റക്ക് വന്നൊക്കെ നോക്കാം ഗൈസ്. എന്തായാലും GTA 5 സിറ്റി വളരെ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഹണീബിയുടെ അടുത്ത് GTA 5 സിറ്റി വരത്തില്ലെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ കമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. എന്തായാലും GTA 5 സിറ്റി വന്ന് എനിക്കും ഹണീബിക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഹണീബിനോട് താങ്ക്സ് കമൻറ്റ് ഇടണമെന്ന് എനിക്ക് വലിയ വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ഹണീബിയുടെ യൂട്യൂബ് ചാനൽ വേഗം തന്നെ എടുത്ത് നോക്കുക. ഇത് വരത്തില്ലെന്നാണ് എനിക്ക് ഉറപ്പുണ്ട്, മറ്റേ സിറ്റിയിലെ വരത്തുള്ളൂ ഗൈസ്. എന്തായാലും നോക്കണം. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഷിൻജാനെ വെച്ചാലോ. ഷിൻജാൻ വന്നു ഗൈസ്. ഷിൻജാനും വരുവാന്ന് നോക്കട്ടെ. GTA 5 സിറ്റിയൊക്കെ ഷിൻജാൻ കണ്ടവനാ ഗൈസ്. നമ്മുടെ വണ്ടിയിലൊന്നും ഷിൻജാൻ കയറത്തില്ല. ഷിൻജാൻ വന്നൊക്കെ നിങ്ങൾ അറിഞ്ഞാണോ? അതും എന്നെ അറിയിച്ചത് ഹണീബിയാണ് ഗൈസ്. നമ്മുടെ വണ്ടിയിൽ എന്താണ് ഷിൻജാൻ കയറാത്തതെന്ന് എനിക്കറിയില്ല ഗൈസ്. അയ്യോ പാവം ഷിൻജാൻ, ഇപ്പോൾ ഞാൻ അടിച്ചു കൊന്നേല്ല ഗൈസ്. ഈ GTA 5 സിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ, എങ്ങനെയാണ് ഷിൻജാനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, വണ്ടിയിലൊക്കെ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഷിൻജാനാവാനായിട്ട് ഫ്രാങ്ക്ലിനുമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. വണ്ടി ഓടിക്കുമ്പോൾ ഷിൻജാൻ വണ്ടി ഓടിക്കുന്നവരെ തോന്നിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷിൻജാൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്, എനിക്കിത് അറിയില്ല അത്രയ്ക്ക്. എന്തായാലും ഞാനിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഷിൻജാൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോയിരിക്കുന്നത് ഗൈസ്. ഞാൻ ചെയ്ത് നോക്കാം ഗൈസ്.
പറ്റുന്നില്ലല്ലോ ഗൈസ്. എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഷിൻചാനൊന്ന് പേടിപ്പിക്കാം ഗൈസ്. ഷിൻചാൻ നല്ല ക്യൂട്ടാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഷിൻചാൻ ക്യൂട്ടാണെന്ന് തോന്നുകയാണ് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഷിൻചാനുമായിട്ട് നമുക്ക് എങ്ങനെ ഇതാകാമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്ത് പറ്റിയെന്നറിയില്ല. എന്തായാലും കുറേ ഷിൻചാനൊന്ന് വരുത്തിയിട്ട് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എന്തായാലും ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ് ഗൈസ്. ഷിൻചാനോടെ ഇത് ഉരുക്കളയാണല്ലേ. നമുക്ക് ഷിൻചാൻ ചെയ്യാം ഗൈസ്. നമ്മൾ കുറേ ഷിൻചാൻ വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് സൂപ്പർ ആകും. ഇത് നടന്നാൽ മതിയായിരുന്നു ഗൈസ്. പ്ലാൻ സക്സസ്ഫുൾ ആകണം ഗൈസ്. ഗൈസ് നമ്മൾ അതിനായിട്ട് തന്നെ KTM ബൈക്ക് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹണ്ടർ ബൈക്ക് വിട്ടിട്ട് പോവാം ഗൈസ്. അതാണ് നല്ലത്. ഫോൺ മാറ്റി വെക്കട്ടെ ഗൈസ്. നമുക്കിവിടെ വെച്ച് KTMൻ്റെ നമ്മുടെ ബൈക്ക് എടുക്കണം. ഒന്ന് ശ്രമിച്ച് നോക്കാം ഗൈസ്. കുറേ ഷിൻചാൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഷിൻചാൻ്റെ വിറച്ച് പോയി ഗൈസ്. ഷിൻചാൻ്റെ കിളി പോയി. എൻ്റെ ദൈവമേ, അപ്പോൾ ഷിൻചാൻ കുട്ടൻ്റെ കിളി പോയി ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആയി ഗൈസ്. അപ്പോൾ ഷിൻചാൻ ബൈക്ക് ഓടിക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, പക്ഷെ ഷിൻചാൻ അല്ല ബൈക്ക് ഓടിക്കുന്നത്, നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഗൈസ്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇത് എനിക്ക് ഹണീബി പറഞ്ഞു തന്നെയാണ്. ഇതൊക്കെ പൊളിയാണ് ഗൈസ്, സൂപ്പറാണ്, വെടിക്കെട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹണീബിയുടെ ചാനലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു ഗൈസ്.